بسم الله الرحمن الرحيم الحمد لله رب العالمين أن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد كما صليت على سيدنا اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا صدق الله مولانا العظيم وقال رسول الله صلى الله عليه وسلم من سن في الإسلام سنة حسنة فله أجرها وأجر من عمل بها ومن سن في الإسلام سنة سيئة فله وزرها ووزر من عمل بها أو كما قال رسول الله صلى الله عليه وسلم يا مولد المختار إن ربيعنا بك راحة الأرواح والأجساد يا مولدا فاق الموالد كلها شرفا وساد بسيد الأسياد لا زال نورك في البرية ساطعا يعتاد في الشهر كالأعياد في كل عام للقلوب مسرة بسماع ما نرويه في الميلاد فلذاك يشتاق المحب ويشتهي شوقا إليه حضور ذا الميعاد وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുവന്നരായ തങ്ങളവറുകളെ, സദസ്സിലുള്ള ആദരണീയരായ സാദാത്ത്, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, മങ്കൂസ് മൗലിദ് എന്ന വിഷയമാണ് ഇന്നത്തെ നേർക്കുനേർ പരിപാടിക്കു തിരഞ്ഞെടുത്തിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യനു ബാധകമായ, മനുഷ്യനുപയോഗിക്കുന്ന, മനുഷ്യനധീനപ്പെടുത്തുന്ന എന്തുമായും ഏതുമായും ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ വിധി വ്യക്തമാക്കുന്ന മഹത്തായ ഒരു പ്രത്യയശാസ്ത്രമാണ്. സമ്പൂർണമായാണ് ഇസ്ലാമിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. ഇതര പ്രവാചകന്മാർക്കും അള്ളാഹു ഇസ്ലാം ദീൻ കനിഞ്ഞേകിയിരുന്നെങ്കിലും അത് സമ്പൂർണമായ രീതിയിലായിരുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി വിടവാങ്ങലിൻ്റെ ഹജ്ജെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പ്രസിദ്ധമായ അറഫയിൽ നിൽക്കുമ്പോഴാണ് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
ഈ ദീൻ സമ്പൂർണമാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ വഹയി വന്നത്. എല്ലാവരും ഓതുന്ന ആയത്തു തന്നെയാണിത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സമ്പൂർണമാണ് ഈ ദീൻ എന്ന് തദടിസ്ഥാനത്തിൽ തന്നെ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ സംഘടനകളും പ്രഖ്യാപിക്കാറുണ്ട്, പറയാറുണ്ട്. സമ്പൂർണമായ ദീനാണെങ്കിൽ മനുഷ്യനെ ബാധിക്കുന്ന ഒരു വിഷയവുമായും ബന്ധപ്പെട്ട നിയമം ഈ ദീനിൽ ഇല്ലാതിരിക്കില്ല. ഇതിൻ്റെ സമ്പൂർണതയുടെ അനിവാര്യതയാണ്. എന്തു വിഷയത്തിനും എന്തു കാര്യത്തിനും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു സംഗതികൾക്കും അള്ളാഹുവിൻ്റെ ദീനിൽ നിയമമുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിലുള്ള നിയമം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലും ഒരു പ്രശ്നത്തിലും ഇല്ലാതിരിക്കില്ലെന്ന വസ്തുത ബഹുമാനപ്പെട്ട ഇമാമുകൾ വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. മഹാനായ ഇമാമുൽ ഹറമൈൻ ലാ തഖ്ലു വാഖിഅത്തുൻ അൻ ഹുക്മിൻ, അള്ളാഹുവിൻ്റെ ശറഇലെ ഒരു ഹുക്മിനെ തൊട്ട് ഒരു സംഭവവും ഒരു സംഗതിയും ഒഴിവായി പോവുകയില്ലെന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇമാമുകളൊക്കെ ഉദ്ധരിക്കാറുള്ളതാണ്. അപ്പോൾ ഏതു കാര്യത്തിനും ഇസ്ലാമിൽ വിധിയുണ്ട്. ഇതുതന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകതയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ളത്, നബിതങ്ങളുടെ കാലശേഷം വന്നത്, നബിതങ്ങളുടെ മുൻപ് കഴിഞ്ഞത്, അത് വീണ്ടും ആവർത്തിച്ചു വന്നാൽ അത്, അന്ത്യനാൾ വരെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾക്കും മനുഷ്യൻ ഇടപെടുന്ന ഏതു കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ വിധിയില്ലാതിരിക്കാൻ പറ്റില്ല. ഈ വസ്തുത ആരും നിഷേധിക്കുന്നതല്ല, എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. എന്തിനും വിധിയുള്ള ഇസ്ലാമിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വന്ന ഏതു കാര്യത്തിനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധി എന്താണെന്ന് ചർച്ച ചെയ്യണമല്ലോ, വ്യക്തമാക്കണമല്ലോ. ആ വിധി വ്യക്തമാക്കുന്ന ഇമാമുകളാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്രജ്ഞർ, ഫുഖഹാ. അപ്പോൾ ഫുഖഹാ വ്യക്തമാക്കാത്തതായി ഒരു പ്രശ്നവുമില്ല. ഫുഖഹാ വിധി പ്രഖ്യാപിക്കാത്തതായി മനുഷ്യ ജീവിതത്തിൽ ഒരു കാര്യവുമില്ല. ഇതുകൊണ്ട് തന്നെ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്തത്, നബി തങ്ങൾക്കു ശേഷം പിറവി കൊണ്ടത്, നബിക്ക് ശേഷം ഉണ്ടാക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്നത് ആ സംഭവത്തെ വിലയിരുത്താൻ പറ്റുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിയിൽ നിന്ന് മാറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് അതെല്ലാം തെറ്റാണ്, നിഷിദ്ധമാണ്, ബിദ്അത്താണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്, വർജ്യമാണ് എന്ന് മൊത്തമായി വിധിക്കുവാനോ പറ്റില്ല എന്നു തീർച്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദീനീ പ്രശ്നങ്ങൾ കാണും, ഭൗതിക പ്രശ്നങ്ങൾ കാണും, സാംസ്കാരിക പ്രശ്നങ്ങൾ കാണും, സാമൂഹിക വിഷയങ്ങൾ കാണും, കുടുംബപരമായത് കാണും. എന്തുമായി ബന്ധപ്പെടട്ടെ ഏതിനും വേണമല്ലോ അള്ളാഹുവിൻ്റെ വിധി. സമ്പൂർണ്ണ ദീനെന്ന നിലക്ക് അള്ളാഹുവിൻ്റെ വിധി അതിനത്യാവശ്യമാണ് ഈ ദീനിൽ. ഇതനുസരിച്ചു തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആ സംഗതികളെ സംബന്ധിച്ചെല്ലാം നമ്മുടെ ഇമാമുകൾ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ കാലത്തുള്ളത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അവരുടെ കാലശേഷം വരാനിരിക്കുന്നത് ഏവർക്കും മനസ്സിലാകുന്ന വിധത്തിലും അവരുടെ ഇബാറത്തുകളും വാക്കുകളുമായി ബന്ധമുള്ള പ്രത്യേകക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിലും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനാണ് ഒരു ശാസ്ത്രം, കർമ്മശാസ്ത്രം എന്ന രീതിയിൽ ഒരു ശാസ്ത്രം തന്നെ വളരെ പണിപ്പെട്ട് ജീവിതം മുഴുക്കെ അതിനുവേണ്ടി കളഞ്ഞുവെച്ച് ഒഴിഞ്ഞുവെച്ച് ബഹുമാനപ്പെട്ട മഹത്തുക്കൾ രൂപീകരിച്ചെടുത്തത്. ഈ കർമ്മശാസ്ത്രത്തിൽ വിധി വ്യക്തമാക്കപ്പെടാത്ത ഒരു കാര്യവുമില്ല. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാതെ വരുന്നത് മുഴുവൻ ബിദ്അത്താണ്, വർജ്യമാണ് എന്ന ഒരു വാദം അനാവശ്യമായി ഇവിടെ പലരും എഴുന്നള്ളിക്കുന്നുണ്ട്. ഇത് പലരിലും വ്യാപകമായി തന്നെ പ്രചരിപ്പിച്ചു നടക്കുന്നുമുണ്ട്. ഇസ്ലാമിൽ ആരംഭ നബിയുടെ കാലത്തില്ല, മുൻഗാമികളുടെ കാലത്തില്ല, അല്ലെങ്കിൽ സലഫുസ്വാലിഹിന്റെ കാലത്തില്ല, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്തില്ല, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് ബിദ്അത്ത്, അവരാണ് കൂടുതൽ വിവരമുള്ളവർ, അവരുടെ കാലത്തില്ലാത്തത് കൊണ്ട് അത് വർജ്യം,
എന്ന രീതിയിൽ പല കാര്യങ്ങളെയും വർജ്യമായി ബിദ്അത്തായി ചിത്രീകരിക്കപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മങ്കൂസ് മൗലിദ്.